ഞാൻ എൻ്റെ ക്യാരക്ടറും വന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആണെങ്കിലും പിന്നെ ഞാൻ ഐ വിൽ ഫ്രീക്ക് ഔട്ട്. ഞാൻ അതിനെ എൻജോയ് ആസ്വദിക്കും, അതിൽ തന്നെ നിൽക്കും. അത് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളത് അഭിനയിക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടും. ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ. പ്രീ ഗോൾഡിൽ വന്ന ഒരു ഇപ്പോഴും വന്നിട്ട് യൂത്തിന് ഇടുക്കി ഗോൾഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൾട്ട് ഫിലിമാണ്. നമ്മളും ടെൻഷനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ട് പവറും ചാർജും കിട്ടും. ശരിക്കും കിട്ടും. ബേസിക്കലി ഞാൻ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു. അടികൂത്ത് ഭയങ്കര, കാരണം MGR ഫാനായിരുന്നു. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു. ഈ തല്ലുമാല സ്റ്റൈലില് ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ. ബേസിക്കലി ഞാൻ ആക്ടറാണെന്ന് വെച്ചാൽ ഐ എം എ പെർഫോമർ. ഞാൻ അതേ പറയുള്ളൂ. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കിഷ്ടം ശരിക്കും. പിന്നെ സ്പേസും ഇല്ല, സ്പീഡും ഇല്ല. സോ സാഡ്. എന്തുവാടേ ഒന്ന് ചേഞ്ച് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഹായ്, ഹലോ, നമസ്കാരം. വെൽക്കം ടു മാറ്റിനി ലൈവ്. അപ്പം നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ രണ്ടുപേരും എന്തിനായിരിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല പവർഫുൾ ജിൽ ഗസ്റ്റാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതായത് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം നമ്മൾ 80s തൊട്ട് നമ്മൾ കണ്ട് മറക്കാൻ പറ്റാത്തൊരു മുഖമായിട്ട് വന്ന ഡാൻസർ എന്ന് പറയാം, ആക്ടർ എന്ന് പറയാം, ഒരു പവർ ഇമ്പാക്ട് വരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. പിന്നെ ജോൺ ജാഫർ ജനാർദ്ദന അത്രേ ഉള്ളൂ. ഇപ്പൊ കത്തിയോ? ചെറുതായിട്ട് എല്ലാവർക്കും കത്തിട്ടുണ്ടാവും. കാരണം ഇതൊരു ലെജൻഡ് എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ മേലെ അങ്ങനെ ഒരാളാണ് നമ്മുടെ രവീന്ദ്ര ചേട്ടനെ. ചേട്ടാ അത്രേ ഉള്ളൂ. അപ്പൊ രവിചേട്ടൻ നമ്മളോട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ DNA സിനിമ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന DNA സിനിമയുടെ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പടക്കം റോൾ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞ ഞെട്ടിപ്പോയി കേട്ടോ, സത്യം പറഞ്ഞു. ഓയ്യോ, ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തേ, പച്ചക്ക് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് കത്തിക്കരിച്ചിട്ട്. അല്ല, ആ പടം ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത പടം. എൻ്റെ അടുത്ത് സുരേഷ് ബാബു എന്നെ വിളിച്ചിട്ട്, ഞാൻ ബെർലിനായിരുന്ന സമയത്ത്, അപ്പോൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു അടിപൊളി റോൾ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷുവർ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞു. അപ്പോഴും എനിക്ക് റോൾ എന്താണെന്ന് അറിയില്ല. ഈ ഇങ്ങനെ കോൺഫിഡൻസ് ആണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത് ശരിക്കും. നിങ്ങൾ ഇതൊക്കെ ശരിയാവുള്ളൂ, രവിയാണ്. അല്ലാതെ അത്രയും അവരുടെ മനസ്സിൽ ഇന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടെ. ഞാൻ ശരിക്കും എല്ലാ ക്യാരക്ടേഴ്സിനും അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടറിന് മാത്രം നോ ചോയ്സ് ഇല്ലായിരുന്നു. അവർ തീരുമാനിച്ചു. കണ്ടിറങ്ങുന്നവർക്ക് അത് തന്നെ പറയാനുള്ള കിടിലം പെർഫോമൻസ് ആണ്, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ്. കണ്ടിരിക്കാൻ പറ്റും. രവിചേട്ടൻ്റെ കണ്ടതിൽ വെച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് രവിചേട്ടനാണെന്ന് വരെ കാണുന്നൊരു പറയുന്നത്. അത് ആക്ച്വലി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ സീൻ, ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഇത് കേൾക്കണമല്ലോ, ഇതിന് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഞാൻ സന്തോഷമായിട്ട് മറ്റേ സുരേഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ സീൻ ഇവൻ്റെ ഇൻട്രഡക്ഷനാണ്. ഈ ഡോക്ടർ ഡിസ്കോ ഡിക്കുഞ്ഞാന്ന് പറയുന്നത്. അതെ. അപ്പൊ ഒരു നൂഡിൽസ് ഇങ്ങനെ ചോപ്സ്റ്റിക്കിൽ കഴിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് ശരിക്കും. അപ്പൊ അതിനകത്തുള്ള ഒരു പോസിബിലിറ്റീസ് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഉടനെ പറഞ്ഞ് ഇത് തന്നെ നമുക്ക് വെക്കാം, ഇതിൽ തന്നെ. ഞാൻ പറഞ്ഞു വേഷം കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സുരേഷ് ബാബുവിന് തോന്നി ഇങ്ങനെ പടത്തിന് നടന്നു വെക്കാം, വേറൊരു ക്യാരക്ടർ എൻ്റെ അടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി. ശരിക്കും ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് തന്നെ, ഇത് മതി. ഇതിനേക്കാളും കുറെ കൂടി ലെങ്ത് ഉള്ള ഞാൻ പറഞ്ഞു ലെങ്ത്തേ പ്രശ്നമല്ല, നമുക്ക് ലെങ്ത് അല്ല പ്രശ്നം, ഇതിനകത്ത് ഒരുപാട് സാധനമുണ്ട് സുരേഷ്, അതുകൊണ്ട് ഇത് ഞാൻ മനസ്സിൽ കയറ്റിയിരിക്കുന്നതാണ്. അങ്ങനെ ചോപ്സ്റ്റിക്ക് വരുത്തുവാണ്, മനസ്സിലായ ഡിഫറെൻറ്റ് കളർ സാധനമുള്ള നമ്മുടെ സ്റ്റൈലുള്ള ആ ചോപ്സ്റ്റിക്കൊക്കെ നമ്മൾ വരുത്തിയതാണ് ശരിക്കും. അതിൻ്റെ അതിനെയൊക്കെ വെച്ചിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിലേറ്റവും നമുക്ക് ഇതെന്താ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നൂഡിൽസ് അത്ര വഴുക്കല്ല ശരിക്കും. അപ്പം അത് ആക്കേണ്ടിയിരിക്കുകയാണ് ഷോർട്ടിൽ ശരിക്കും.
അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പ് എടുക്കുന്നവനായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നോമ്പ് കാലത്തായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസമാണ് നോമ്പ് മുറിച്ചത്. ഈ ഷോട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഓരോ ഷോട്ടിലും ഞാനിത് ചെയ്യണമല്ലോ. അപ്പോൾ പല ആംഗിളിലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ തിന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചു, മിക്കവാറും ഛർദ്ദിക്കുന്നു വിചാരിച്ചു. കാരണം ഒരു 5-8 നൂഡിൽസെങ്കിലും ഞാൻ ആ സമയത്തിനുള്ളിൽ തിന്നുകയാണ് ശരിക്കും. അല്ല, അത് ആ സീൻ അങ്ങനെ വേണം. അപ്പോൾ അത് പല ആംഗിളിൽ എടുക്കുമ്പോഴും ഞാൻ എല്ലാ പ്രാവശ്യവും അത് ആ ഇറക്കുന്നതും കൂടി കൊന്നാലാണല്ലോ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് വലിച്ചെടുക്കുകയും വേണം ശരിക്കും. ഈ മറ്റേ അല്ല, അതിലാണ് അത് ചെയ്തേക്കണേ. അതിലാണ് അതിൻ്റെ സംഭവിക്കുന്നത്. ഇത് ആക്ട് ചെയ്തപ്പോൾ വളരെ ഈസി ആയിരുന്നു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ ഇതേ എഫക്റ്റ് നമുക്ക് സൗണ്ടിൽ ഡബിങ്ങിൽ കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ നൂഡിൽസ് വരുത്തിച്ചു. നൂഡിൽസ് വരുത്തിയപ്പോൾ എല്ലാം വന്ന് പശ പോലെ നമ്മുടെ മറ്റേ ഇത് നൂഡിൽസിൽ ഒട്ടിയിരിക്കണം. അതിലിത് കിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ പോയി തപ്പി എല്ലായിടത്തും നോക്കുന്ന നൂഡിൽസിനെ നോക്കി കഴിഞ്ഞിട്ട് ശരിയാവും. പിന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഷെഫിനോട് പറഞ്ഞു, നീ അത് വഴുവഴുക്കായിട്ട് ഉണ്ടാക്കിയത് വേറെ സാധനം തിന്നാൻ വേണ്ടിയിട്ടല്ല, നമുക്കതിൻ്റെ ആ സൗണ്ടിൻ്റെ എഫക്റ്റ് അതിങ്ങനെ വായിലേക്ക് വരാൻ നേരത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞവന്. എന്നിട്ട് ഞാൻ തന്നെ ഡബിങ്ങിനിടയിൽ നിർത്തിയിട്ട് ഞാൻ വന്നു. ഇവർ പോയിട്ട് ശരിയായില്ല. ഞാൻ പോയി ഷെഫിനോട് സംസാരിച്ച് നമ്മളൊരു നൂഡിൽസ് ഇതിന് വേണ്ടിയിട്ട് 2 നൂഡിൽസ് മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ടാണ് നമ്മളത് ഡബ് ചെയ്തത്. ശരിക്കും എഫർട്ടിനേക്കാളും കൂടുതൽ ഐ വാസ് എൻജോയ്. അത് ആസ്വദിക്കുക. നമ്മൾ ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കാര്യത്തിനും അതിനകത്ത് നമ്മളൊരു ആസ്വദിച്ച് ചെയ്താലല്ലേ നമ്മുടെ ജീവിതം അങ്ങനെയല്ല അടിച്ചു നമുക്ക് എഫർട്ട് ഫീൽ ചെയ്യില്ല. എഫർട്ട് എന്ന് പറയുന്നതിനകത്തൊന്നും ഞാൻ അത് കഷ്ടപ്പെടാനല്ല പറഞ്ഞ സന്തോഷമാണ് ശരിക്കും. ഇത് കേൾക്കുമ്പം ആ ഒരു സീനിൽ കൊടുത്ത ആ ഒരു ഇമ്പാക്ട്, ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് എഫേർട്ടായിട്ട് അത്ര എഫേർട്ടായിട്ട് എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ബേസിക്കലി നിങ്ങളിപ്പോൾ വരുന്ന പിള്ളേരല്ലേ, അപ്പോൾ നിങ്ങൾ അതിനെ ഒരിക്കലും എഫർട്ടായിട്ട് കാണാതെ നമ്മൾ അതിനെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ ഏത് സാധനം ആസ്വദിച്ച് കഴിക്കാൻ നേരത്ത് നമ്മൾ ആസ്വദിച്ചൊരു പാട്ട് കേട്ടാൽ എത്ര നേരം താളം തെറ്റിയാലും നമുക്ക് വന്നിട്ടുള്ളതിനകത്ത് കൈ കഴിക്കില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പല കാര്യം ആസ്വദിച്ച് ചെയ്യുന്നതിനകത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ടയർഡാവില്ല. നമ്മൾ അറിയില്ല, പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇപ്പോൾ ഡാൻസ് ചെയ്താലോ അല്ലെങ്കിൽ മ്യൂസിക്കിന് നല്ല അടിപൊളി മ്യൂസിക്കിന് ചെയ്താലൊന്നും നമുക്ക് തോന്നുന്നു എഫർട്ട് ചെയ്യാൻ തോന്നുന്നു ഇല്ല. അത് നമ്മൾ എൻജോയ് ചെയ്യാണ്, അടിച്ചു പൊളിച്ച് തിമിർക്കുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയുമോ ടയർഡായെന്നില്ല. ഇപ്പോൾ വേണ്ട, നമ്മളിപ്പോൾ ഉത്സവത്തിന് പോയി ചണ്ടമേളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, നമ്മളതിനെ പൊട്ട് അതെ ഗാനമേളത്തിൽ നിൽക്കുന്നത് നമ്മൾ തുള്ളി കളിച്ചായിരിക്കും നമ്മൾ അതിനെ എൻജോയ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരിക്കലും വന്നിട്ട് നമ്മൾ എഫർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ആസ്വദിച്ച് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഞാൻ എൻ്റെ ക്യാരക്ടറും വന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആണെങ്കിലും പിന്നെ ഞാൻ ഐ വിൽ ഫ്രീക്ക് ഔട്ട്. ഞാൻ അതിനെ എൻജോയ് ആസ്വദിക്കും, അതിൽ തന്നെ നിൽക്കും നമ്മൾ. അത് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളത് അഭിനയിക്കുന്ന സമയത്ത് ലൊക്കേഷനിൽ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടും. അതാണ് എൻ്റെ ആദ്യത്തെ ഓഡിയൻസ്. ഞാൻ എപ്പോഴും എൻ്റെ ബൂസ്റ്റപ്പ് ചെയ്യത്തില്ല, അതെ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യും. ഞാൻ ഏത് സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഞാൻ അഭിനയിക്കുന്ന ഒരു നല്ല സീനാണ് എനിക്ക് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നത് വന്നിട്ട് ആ ലൊക്കേഷനുള്ളവരായിരിക്കും. അവരും ചാർജ് ആവും. അപ്പൊ അവരുടെ ആ ചാർജ് നമുക്ക് കാണാം. നമുക്ക് ഇവിടെ നോക്കാം, നമ്മൾ ഒരു പ്രാവശ്യം റിഹേഴ്സൽ എടുത്ത് നോക്കുമ്പോൾ ഞാൻ നോക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇവർക്ക് അത് കറക്റ്റായിട്ട് പിടിക്കാം. പിന്നെ നമ്മൾ എടുത്തൊരു പൊളിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്യും, എല്ലാവരും മൂടായി. ഞങ്ങൾ ഇപ്പോഴും ഞാൻ ചെയ്യുന്ന ഹാൽ പടത്തിൽ അത് തന്നെയാണ്. ഞങ്ങള് പൊളിച്ചിട്ടേ ചെയ്യുള്ളൂ. നമ്മള് മേക്കപ്പ് റൂമിലായാലും ശരി എല്ലാം വന്ന് ഡാൻസും മ്യൂസിക്കും പിള്ളേരും ചുമ്മാ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇല്ല അല്ല ലൈഫ് നമ്മള് അല്ല അത് എന്നാലേ നമുക്ക് ഒരു ഭയങ്കര ഒരു എനർജി ഉണ്ടാവും. നമുക്ക് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ശരിക്കും ഇന്റർവ്യൂ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയുള്ളൂ. ഞങ്ങൾ തന്നെ ഇപ്പൊ ഫുൾ ചാർജ് അല്ലേ അവിടെ എന്നെ ഡയറക്ടർ യു വാസ് സോ എക്സൈറ്റഡ്. എനിക്കതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് തകർത്തിട്ടുണ്ട്, ഈ മെസ്സേജ് ആയിട്ട് ഒന്നുകൊണ്ട് പേടിക്കില്ല, തകർത്തിട്ടുണ്ട്, തിയേറ്ററിൽ റോക്ക്
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തത്. നമ്മൾ നേരെ ഡബ്ബിങ് നിർത്തി നമ്മളാ പറഞ്ഞ നൂഡിൽസ് ശരിയല്ല, നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി അതൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ പുള്ളി അതിനൊക്കെ കൂടെ നിൽക്കുവാണ്. മനസ്സിലായി? അപ്പോൾ സുരേഷ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ ആർട്ടിസ്റ്റ് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും 10 ഇരട്ടി കാണിക്കണം. അതാണ് സുരേഷ് ബാബുവിൻ്റെ ഏറ്റവും വലിയ സുഖം. ഇപ്പം ഒരു ആക്ടർ വളരെ എഫർട്ട് എടുത്തിട്ട് എന്തെങ്കിലും എഫർട്ട് മീൻസ് സിൻസിയറായിട്ട് അതിനെ നന്നാക്കി എടുക്കാനായിട്ട് ചെയ്യുന്ന ഓരോ പ്രയത്നങ്ങളെയും പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്കറിയാം സുരേഷിനെ. കാരണം സുരേഷ് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. ഡയറക്ടർ അതാണ് ഡയറക്ടറിന് വേണ്ട ക്വാളിറ്റി. ആദ്യം ഒരു സിനിമയെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ആ സിനിമയെ സ്നേഹിക്കുമ്പോൾ അത് നമ്മളെല്ലാത്തിനും അതിനെ നന്നാക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. നമ്മൾ ഐ ലവ് സിനിമ, ഐ ലൈക്ക് സുരേഷ് ബാബു, ഹി ലവ് സിനിമ. അപ്പോൾ അത് അതിനകത്ത് നമുക്കിത് കാണാൻ പറ്റും എല്ലാത്തിനകത്തേക്കും. ഇപ്പം ഇത്ര വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് പുള്ളി വന്നാലും പുള്ളി അതിൻ്റെ ക്യാമറ ഇപ്പോഴും ഉണ്ട്. പിന്നെന്താ അതിൻ്റെ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, നല്ല എഡിറ്റിങ്, നല്ല സൗണ്ട്, ഒരുപാട് ഹിറ്റ് തന്നിട്ടുണ്ട്. ആ ഹിറ്റിനെ ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നോളജിയിലേക്ക് വന്നിരിക്കുന്നത്. അന്നത്തെ എക്യുപ്മെന്റ്സ് വേറെയാണ്. നിങ്ങൾ അന്നത്തെ കാലത്തെ സിനിമ എന്ന് പറയുമ്പോൾ 80s 90s സിനിമകളിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും ടെക്നോളജികൾ വളർന്നിട്ടില്ല, ഇത്രയും ഗിയേഴ്സ് ഇല്ല നമുക്ക് വന്നിട്ടുള്ളത്. അതിനകത്ത് ക്യാമറ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകുന്ന ഗിയേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഗിംബൽസ്, അതുപോലെ വന്നിട്ടുള്ള പിന്നെ ഫ്ലൈ ക്യാം, അങ്ങനെ ഒരുപാട് നമുക്ക് ഗിയേഴ്സ് ഉണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതേപോലെ ലൈറ്റിങ്സ്, എവിടെ വേണമെങ്കിലും ലൈറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന ഇത് ചെയ്യുന്നത്, അതിന് ലൈറ്റ് ട്രാക്ക്, അങ്ങനെ ഗിയേഴ്സ്, അതിൻ്റെ വന്നിട്ടുള്ള ഗ്രിപ്പ്, അങ്ങനെ എല്ലാം വന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി. സൗണ്ട്, അറ്റ്മോസ്, തിയേറ്ററിൻ്റെ ലുക്ക് മുഴുവൻ മാറി. പണ്ടത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ മറ്റേ ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണാം മേശവരി കാണൂലേ, കാരണം ചായയുടെ ഒക്കെ കളറൊക്കെ വീണൊക്കെ, അതേപോലെ ഈ വെള്ള സ്ക്രീനൊക്കെ അതുപോലെ തന്നെയായിരിക്കും ആക്ച്വലി. ഇപ്പോഴത്തെ അതല്ല, വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി തിയേറ്റർ, അടിപൊളി സൗണ്ട്, അടിപൊളി തിയേറ്റർ സീറ്റ്സ്, അത് എല്ലാം കൊണ്ട് സിനിമ ശരിക്കും വന്നിട്ടുള്ളൊരു ടെക്നോളജിക്കലി ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള സമയമാണ്. അതിനുള്ളിലേക്ക് നമ്മൾ 80s 90s കഥ പറഞ്ഞ സുരേഷ് ബാബു, ഹിറ്റ് കൊടുത്ത സുരേഷ് ബാബു ഈ പറയുന്ന ഈ ടെക്നോളജിയിലേക്ക് കയറിക്കൊണ്ടുള്ള ഒരു സിനിമ തന്നെ അടിച്ചാണ് അടിപൊളി സിനിമയാക്കി ചെയ്യാൻ പറ്റും. ഒരു ത്രില്ലർ, വളരെ ഒരു ന്യൂജൻ ത്രില്ലറിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി, ഈവൻ കളർ ഗ്രേഡിങ് വരെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അതാണ് അതിനകത്ത് ഞാൻ നോക്കിയത്. നമ്മൾ സിനിമയ്ക്ക് വേണ്ട കളർ എല്ലാം അത് വളരെയധികം ഇത് ചെയ്താ മാത്രമല്ല, ഇപ്പൊ ക്യാരക്ടേഴ്സ് നോക്കിയാൽ എല്ലാ ക്യാരക്ടേഴ്സും അതാ ഞാൻ പറയാൻ വന്നേ. ഇതിപ്പോ ഒരുപിടി കുറെ ആർട്ടിസ്റ്റുകൾ, അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം നമ്മുടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ മോന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയുടെ മരുമനോട് അഭിനയിച്ചു. അതുകൂടെ തന്നെ ഭവൻ ചേട്ടൻ ഇടുക്കി ഗോൾഡ് കഴിഞ്ഞ് രണ്ടുപേരെയും കാണാൻ പറ്റിയ ഒരു സ്ക്രീനാണിത് അല്ലേ? ഇടുക്കി ഗോൾഡിൽ വന്ന ഒരു ഇപ്പോഴും വന്നിട്ട് യൂത്തിന് ഇടുക്കി ഗോൾഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കൾട്ട് ഫിലിമാണ്. ഇന്നും വന്ന് ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സ്റ്റുഡന്റ് ആദ്യം പോയി DVD ഇട്ട് കാണുന്ന പടം ഇടുക്കി ഗോൾഡാണ്. ഭയങ്കര വൈബ്. അതിലുള്ള പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ ഭയങ്കരമായ ഫാൻ ഫോളോയിങ്ങോ ഒന്നും വേണ്ട. സിനിമയ്ക്ക് സിനിമയുടെ കണ്ടന്റ് മതി, അതിലെ പെർഫോമറുടെ പെർഫോമൻസ് മതി എന്നതുകൊണ്ട് തെളിയിച്ച് ഹിറ്റാക്കിയ പടമാണ് ഇടുക്കി. അതെ, തീർച്ചയായിട്ടും. അല്ല, അതൊരു മാറ്റം. കാരണം എന്താ പറയുക, നമ്മുടെ ഓഡിയൻസിൽ വന്നിട്ട് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു ഗുണം എന്ന് പറയുന്നത് ഓഡിയൻസിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് യുവജനങ്ങളിൽ. ശരിക്കും ദേ ലവ് സിനിമ ആൻഡ് ദേ നോ സിനിമ. അവർക്ക് സിനിമ അറിയാം, അവർക്ക് സിനിമ അറിയാം, അവർക്ക് സിനിമേനെ ഒരുപാട് ടെക്നോളജി അറിയാം. അവർ സിനിമേനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അവർ ഒരു സിനിമ നന്നായിട്ട് വന്നിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവരത് വന്ന് ഹൃദയത്തിലേറ്റി പോകുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. മലയാള സിനിമയ്ക്ക് 200 കോടി രൂപ, ഒരു സർവ്വസാധാരണമായിട്ട് ഒരു 3-4 പടങ്ങൾ 100 കോടി രൂപ കവർ ചെയ്യുന്നത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള അതൊക്കെ ഈ ഓഡിയൻസിന്റെ ഏറ്റവും വലിയൊരു ഗുണം കൊണ്ട് പല ജോണർ, അതെ, എല്ലാ ജോണറും. അല്ല, അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ സിനിമ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്ന. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ഫെസ്റ്റിവൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഫെസ്റ്റിവലാണ് ശരിക്കും ഇന്ത്യയിൽ. അത്ര അധികം വന്നിട്ടുള്ള ഓഡിയൻസ് വേറെ ഒരു അത്ര അധികം ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ എല്ലാവരും കൂടാനും
ഫിലിം കാണുന്നതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യാനും എല്ലാമായിട്ട് വരുന്ന അത് ഒരുപാട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്കൂൾസുകൾ കോളേജുകളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ ഗ്രാഫിക് പഠിക്കുന്ന, അങ്ങനെ സിനിമയായിട്ട് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേജർ ടെക്നോളജീസ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് പല ടെക്നിക്കൽ പരിപാടി ടെക്നിക്ക് പഠിക്കാനുള്ള ഒരു അവസ്ഥ, അവർക്കൊരു അവസരം കൂടി ഉണ്ട്. യൂട്യൂബ് അങ്ങനെ ഇന്റർനെറ്റിലൂടെ എല്ലാം വന്ന് പഠിക്കാം. അതിന് സത്യം പറഞ്ഞ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാക്കിയ പടം ഇടുക്കി ഗോൾഡ്. ഫസ്റ്റ് ടൈം ഇടുക്കി ഗോൾഡ് ഒരു മാറ്റം ഉണ്ടായി. ആ സമയത്ത് പഠിപ്പിച്ച സാറ് അന്ന് എന്നെ മലയാളം പുള്ളി പുള്ളി ഭയങ്കരമായിട്ട് സിനിമാ പ്രേമി. അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് ഡിബേറ്റ് ഒക്കെ ഉണ്ടാവും ഈ സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാർസ് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പറയും കുറച്ച് കിളവന്മാർ അഭിനയിച്ച സിനിമ ഉണ്ടോ പോയി കാണും. അതിനെ അല്ല അങ്ങനെ താഴ്ത്തി പറഞ്ഞല്ല അല്ല പുള്ളി അങ്ങനെ, ഞാൻ പുള്ളി പറഞ്ഞിട്ടല്ലോ, ഞാൻ അങ്ങനെ അല്ല എങ്കിലും താഴ്ത്തി പറഞ്ഞല്ല പുള്ളി. കാര്യം വയസ്സോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡമോ ഒന്നിലും ഒരു കാര്യമില്ല. പെർഫോം ചെയ്യ്, പോയി നല്ലൊരു കണ്ടന്റ് എടുത്ത് പെർഫോം ചെയ്യ്, ജനങ്ങള് തലയെ കൊണ്ട് നടക്കും. 100% ആയിട്ട് ഞാൻ അത് വലിയൊരു കാര്യമാണ് ശരിക്കും. സിനിമയിലെ ഒരു എനർജി നമ്മൾ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ശരിക്കും. സാറേ ഇപ്പൊ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സിനിമ ഫീൽഡിൽ ഇല്ലാത്ത. അതായത് ഇപ്പൊ ഒരു ആക്ടർ മറ്റൊരു ആക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നുണ്ടോ സാറിന്? പഴയ കാലത്ത് പണ്ടൊക്കെ നമ്മളൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അല്ല, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി അതിന്റെ കൾച്ചറിന്റെ ചേഞ്ച് ഉണ്ടല്ലോ. എവറി ടൈം ഒരു കൾച്ചർ ഷിഫ്റ്റ് ആവും, ഒരു ന്യൂ വരും വന്നിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വന്ന അതുകൂടെ അനുബന്ധപ്പെട്ടിട്ട് അതിന് മുമ്പുണ്ടായിരുന്നവരെ പോലെ അല്ലായിരുന്നു ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നവരെ പോലെ അല്ല പിന്നീടുണ്ടായത്. അപ്പൊ അങ്ങനെ ടോട്ടലി അത് ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം എന്താന്ന് പറഞ്ഞാല് ഞാൻ ഇതിന് വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ അന്ന് ഇപ്പൊ നമ്മള് ഇവരായാലും മഹാനനെ ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നത്, ഗൗരീനന്ദയെ ഞാൻ ഇവിടെ വെച്ചാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ അതൊന്നും നമ്മളെ സംബന്ധിച്ചോളം ഒരു വിഷയമല്ല. കാരണം നമ്മളത് അപ്പൊ തന്നെ കാര്യങ്ങൾ വന്നിട്ട് ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എടുത്തു കളയും. അത് ഇത്ര സമയത്തിനൊന്നും ആവശ്യമില്ല. ടക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം വന്ന് ജെല്ലായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് നമ്മൾ അതൊരു ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്ക് എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെൻസ്ഡ് ലൈഫിൽ നമ്മളും ടെൻഷനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. അടിച്ചു പൊളിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വന്നിട്ട് പവറും ചാർജും കിട്ടും. ശരിക്കും ചാർജും കിട്ടും. ഇപ്പോഴും ഞാൻ സാറ് പറഞ്ഞൊരു വയസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, പക്ഷെ ഇപ്പോഴും യങ് ബോയ് ബാബു ചേട്ടനായിട്ട് ഇടുക്കി ഗോൾഡ് കഴിഞ്ഞിട്ട് ഇതിലാണല്ലോ അഭിനയിക്കുന്നത്. ഞാൻ ബാബു അന്യെ ആദ്യം കാണുന്നത് തമിഴിലൊരു സിനിമയുടെ പേര് ചൊല്ലും പിള്ളേ, കമൽഹാസന് ഞാനൊക്കെ അഭിനയിക്കുന്ന ABM സിനിമയാണ്. അപ്പൊ അതേ ബാബു അണ്ണി പോലെ ഒരു പൊക്കക്കാരൻ വന്നിരിക്കണം. അതാരുടെ പൊക്കക്കാരൻ? അപ്പോഴാണ് മറ്റേ എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് ഭരതന്റെ പടം ഉണ്ടല്ലോ, വൈശാലി. വൈശാലിയിലെ രാജാവാണ് പുള്ളി. അതിനകത്തേക്ക് അന്ന് വില്ലനായിട്ട് വന്നേക്കണത്. അങ്ങനെ അപ്പോൾ ഒരെണ്ണ മലയാളിയാണല്ലോ. ഒരെണ്ണ പുള്ളി പൂനെ പഠിച്ചാണ്. ഞാൻ എൻ്റെ ഡിഗ്രി പൂനെയിലായിരുന്നു വന്നിട്ട്. കരാട്ടെ എന്റെ റൂമിൽ കരാട്ടെ ഉണ്ട്. ഞാൻ ആദ്യ സിനിമയിൽ കരാട്ടെ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവം വേറൊരു കരാട്ടെ മാസ്റ്റർ. ഓക്കെ, ഞാൻ പൂനെ പഠിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് കരാട്ടയുടെ പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് വന്നല്ലോ. അങ്ങനെ എൻ്റെ കളരിയൊക്കെയുള്ള പടമായിരുന്നല്ലോ അശ്വരഥം, എംബിൽ വന്ന പടം വന്നിട്ടില്ല. കളരി മറ്റുള്ള ആക്ഷൻസ് ഫൈറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ബേസിക്കലി ഞാൻ ഒരു സ്ട്രീറ്റ് ഫൈറ്ററായിരുന്നു. അടി കുത്ത് ഭയങ്കര, കാരണം MGR ഫാനായിരുന്നു. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു. ഈ തല്ലുമാല സ്റ്റൈലില് അടി ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താണ് ഒരു അടി ഉണ്ടായില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് മൊത്തം പ്രശ്നമാണ്. 10 സ്കൂൾ പറയേണ്ടി വന്നു. അപ്പൊ ഞാൻ അങ്ങനെ ബാബുവാനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടായി. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ പിന്നെയാണ് ഈ ഇടുക്കി ഗോൾഡ് വരുന്നതെല്ലാം വന്നു. അപ്പൊ വളരെ ഞങ്ങൾ പലരും അന്ന് ആ സമയത്തുള്ളവർ വന്ന് അതൊരു പ്രത്യേക ഈ കഥയായിട്ട് വന്ന് അപ്രോച്ച് ചെയ്തപ്പോ ചേട്ടൻ അത് വായിച്ചപ്പോ കിട്ടിയ ആ ഒരു എനിക്ക് അതിനകത്തുണ്ട് കാരണമുണ്ട്. പിന്നെന്താ, എനിക്ക് അത് ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ നേരത്തെ ഈ പടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പടം ഉണ്ട് നമ്മൾ ചെയ്യേണ്ട ആഷിഖ് കപൂറിന്റെ. അപ്പൊ ആഷിഖിന് എനിക്ക് കാരണം ആഷിഖിന്റെ മറ്റേ ഭയങ്കര ഡിഫറെന്റ് സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടതോടുകൂടി
എനിക്ക് ആഷിഖിനെ അറിയാം. ഞാൻ മറ്റേ കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ കമലിൻ്റെ പടം എല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത്, മലയാളം സിനിമ 2000. അപ്പോൾ ഞാൻ എൻ്റെ ഫിലിം ഫെസ്റ്റിവൽ മമ്മൂട്ടിയാണല്ലോ ചെയ്തിരുന്നത്. അങ്ങനെ ആഷിഖിൻ്റെ സെറ്റിൽ ഞാൻ പോകുമായിരുന്നു, മമ്മൂട്ടി അഭിനയിച്ച പടമില്ല ഡാഡി കൂൾ. ആ അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു പോയി. ഈ പുള്ളി പിന്നെ കുറേ നാളുകൾക്ക് ശേഷം വന്നിട്ട് 22 ഫീമെയിൽ എടുത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് മാറി. അത് അപ്പോൾ ആ പടം അത് സോൾട്ട് ആൻഡ് പെപ്പർ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നി ഇത് വളരെ വ്യത്യാസമുണ്ട്. പടം എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ, ഒരു ഫുഡിനെയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലവ് സ്റ്റോറിയാണല്ലോ. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സബ്ജക്റ്റ് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ആ മറ്റേ ശ്യാം പുഷ്കറിനെ എനിക്ക് നേരത്തെ അറിയാം. ഇവർ ശ്യാം പുഷ്കറും ദിലീഷ് നായരൊക്കെ. കാരണം ഇവർ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി, ഞാൻ ഈ സിനിമ പഠിക്കുന്ന മിക്കവാറും സിനിമയുടെ ആൾക്കാരും എപ്പോഴും എൻ്റെ അടുത്തായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ ഒരുപാട് DVD കളക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയെ പഠിപ്പിക്കുന്നതും ഫിലിം ഫെസ്റ്റിവൽ അല്ല ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നത് കൊണ്ടും ഈ സിനിമയായിട്ട് ആദ്യമേ വരുന്ന പിള്ളേർ മിക്കവാറും ഞാനുമായിട്ട് വൈബ് ഉണ്ടാവും. ഷോർട്ട് ഫിലിം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ ഫിലിം പഠിക്കാൻ ആൾക്കാരോ ഉള്ളവരൊക്കെ ആയിട്ട് എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യും, ഇൻ്റർനാഷണൽ സിനിമയുടെ കാണണം. അങ്ങനെ ശ്യാം പുഷ്കറും ഒരു പ്രാവശ്യം വന്ന് പോയിട്ടുണ്ടായി. ഞാനത് മറന്നായിരുന്നു. പുള്ളി പിന്നെ ഓർപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ പുള്ളി വരുവാണ്, ഇവർ രണ്ടുപേരും കൂടി കഥ പറയാനായിട്ട്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതാണ് സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിനിടയിൽ അവർക്ക് ഭയങ്കര ഹോപ്പായിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്നെ കണ്ടുകൊണ്ട് തന്നെ എഴുതിയതായിരിക്കാം, എനിക്കറിയില്ല. കാരണം ശ്യാം പുഷ്കർ വെരി ഗുഡ് റൈറ്ററാണ്. അവർ രണ്ടുപേരും ക്യാരക്ടറിന് അതേപോലെ തന്നെ അവർ ബേസിക്കലി ആയിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ ഏതായാലും അത് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം. എനിക്ക് ആ പടം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നുണ്ട് ഇടുക്കി ഗോൾഡ്. കാരണം എൻ്റെ മോൻ ആഷിഖിൻ്റെ ചീഫ് അസോസിയേറ്റ് ആണ് ഇപ്പോൾ. അവൻ അതിനകത്ത് അതിൽ പ്രതാപ് പോത്തൻ്റെ ചെറുപ്പത്തിലുള്ള വേഷം ചെയ്തേക്കുന്നത് എൻ്റെ ഇളയ മോനാണ്. അവനിപ്പോൾ അഡ്വക്കേറ്റ് ആണ്. അവൻ പിന്നെ ചെയ്തൊന്നുമില്ല. അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റവനും സ്കൂളിൽ പഠിക്കുകയാണ്. അതിന് അവൻ്റെ കൂടെ ഇവൻ പോയതാണ്. അപ്പോൾ ആഷിഖിനെ അവനെ കൂടെ കൂട്ടി. അങ്ങനെ അന്ന് തൊട്ട് അവൻ അപ്രന്റീസായിട്ട് ചേർന്ന് പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ ചീഫ് അസോസിയേറ്റ്. അങ്ങനെ എൻ്റെ ഒരു ഫാമിലി ഫിലിമാണ്. അതിന് ഞങ്ങൾ 3 പേരും ഇടുക്കി. അല്ല അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് ആ പടം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം ഒരുപാട് നാളുകൾ ഞാൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയായിരുന്നു. ഭയങ്കര ഹിറ്റായി. ആ ക്യാരക്ടറും ഭയങ്കര എല്ലാവരും വെറുക്കപ്പെട്ട ഒരു ക്യാരക്ടറായി. കൊച്ചിന് ഇപ്പോഴും പറയും എൻ്റെ അടുത്ത്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള പലതും, എൻ്റെ ദൃശ്യഭാഷ സാക്ഷരത, വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന സബ്ജക്റ്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, ഞാൻ വെള്ളക്കോൺക്രീറ്റ് USA എനിക്ക് വന്ന് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത സമയമാണ്. ഇവിടുത്തെ എല്ലാം വന്നിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈന്, അങ്ങനെ പിന്നെ ഫെസ്റ്റിവൽസ്, അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിന് വന്നിട്ടുള്ള നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്. കാരണം നമ്മൾ ആദ്യത്തെ പടം തന്നെ എന്നെ ഹിറ്റായതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഫിലിം 1 വർഷം ഓടിയേ. 360 ദിവസം അലങ്കാർ തിയേറ്റർ ആയതോടെ ഒരു തലയിലാകും. ഒറ്റ പടം കൊണ്ട് എനിക്കൊരു പെട്ടെന്നൊരു സ്റ്റാർഡം കിട്ടുക. അതിന് മുമ്പ് ഒന്നുമില്ലാത്ത ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻറ്റ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻ്റ് അല്ലേ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയിക്കാൻ ചാൻസുകൾ കിട്ടിയിരുന്നു. എനിക്കതിൻ്റെ കഷ്ടം അറിയേണ്ടി വന്നിട്ടില്ല സിനിമയിൽ ചാൻസ് ചോദിക്കണേന്ന്. കാരണം ഈ ഗുരുതരരാഗം എടുത്തതും എൻ്റെ ക്യാമറയൊക്കെ ചെയ്തത് എൻ്റെ സാറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അതേപോലെ ഞാൻ ആ സമയത്ത് തന്നെ 2 തമിഴ് 2 തെലുങ്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ടീച്ചറായിരുന്ന ഭാനുമതി എന്ന് പറഞ്ഞ പഴയ ആക്ട്രസ് ഉണ്ടായിരുന്നു. അവരെൻ്റെ ഡിപ്ലോമ ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് എല്ലാം കണ്ട് എന്നെ അപ്പോഴേ തന്നെ അവർ അഭിനയിക്കാൻ മൂവ്മെന്റ് ആണ് ബേസിക്കലി എന്ന് പറഞ്ഞാല്. ഞാൻ മൂവ് ചെയ്ത് കിടക്കില്ല. അപ്പൊ ടക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഓക്കെ വി ക്യാൻ യൂസ് എന്നുള്ളതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയത്. ആദ്യത്തെ പടം വന്ന് ഞാൻ നോക്കാൻ നേരത്ത് ഭയങ്കര ഹിറ്റ്. പെട്ടെന്ന് ദേ പ്ലേസ് മീ അന്നത്തെ സൂപ്പർ സ്റ്റാറുടെ ഒപ്പം കൊണ്ടു നിർത്തുക. അടുത്ത പടം ഞാൻ കമൽഹാസനുമായിട്ട് ചെയ്യുന്നതിന് 40 അടി കട്ടൗട്ടറാണ്. ദേവർ ഫിലിംസിന്റെ ദേവർ ഫിലിംസിൽ രാമലക്ഷ്മണൻ. അപ്പൊ മമ്മൂട്ടി അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് ഭാഗ്യം കയറി വന്ന ഒരുത്തനെ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്.
ബേസിക്കലി ഞാൻ ആക്ടറാണെന്ന് വെച്ചാൽ ഐ എം എ പെർഫോമർ. ഞാൻ അതേ പറയുള്ളൂ. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്കിഷ്ടം ശരിക്കും. വലിയ സീരിയസ് റോളൊന്നും ഞാൻ ചെയ്യാനായിട്ട് പോയിട്ടില്ല, വേറൊന്നുമല്ല. ചെയ്തിട്ടുണ്ട്. എനിക്ക് മറ്റേ കൺസി വന്നാൽ മനസ്സ് വെക്കും, അങ്ങനെ ഏറുമുന എന്നൊക്കെ പറഞ്ഞ ആ തമിഴ് പടത്തിനകത്തേക്ക്. ഇതെല്ലാം സാറ് മറ്റേ സിൽക്ക് സ്മിതയുടെ കൂടെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇളയരാജ. ഞാൻ 2-3 പടം ചെയ്തിട്ടുണ്ട് സിൽക്ക് സ്മിതയുടെ ഡാൻസ്. ഇളയരാജ അത് ഭയങ്കര ഹിറ്റാണ്. ആ സാധനം മെല്ലെ മെല്ലെ അത് ആ പാട്ട് അല്ല ആ പാട്ട് റിംഗ് ടോൺ ആയിട്ട് വന്നിട്ടുണ്ട് ആ മ്യൂസിക്. പിന്നീട് ഇപ്പൊ വന്നിട്ട് എനിക്ക് വന്നിട്ട് അത് ആരോ വന്നിട്ട് അത് റീമിക്സ് റീമിക്സ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും തമിഴിൽ ആരാണ്ടോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇത് റീമിക്സ് ചെയ്തിട്ട് ഭയങ്കര സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര പാട്ടാ. അല്ല അങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിമിത്തങ്ങളാണ് ബേസിക്കലി നമ്മൾ എന്തായി തീരണം എന്നുള്ളത്. ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണവനാണ്. ഞാൻ പറയാ പപ്പയുടെ സ്വന്തം അപ്പോസിറ്റ് ഹിറ്റായപ്പോൾ ഞാൻ വേറെ അതിൻ്റെ അത് കഴിഞ്ഞു. അതിൻ്റെ ഒരു 10-12 വർഷം നമ്മൾ സ്റ്റാർഡത്തിനകത്തേക്കും എല്ലാം അനുഭവിച്ചു ശരിക്കും. കാരണം ഐ ഹാഡ് എ ചാൻസ്. ഞാൻ കണ്ട എല്ലാ ലെജൻസിൻ്റെ ഒപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റി. അത് ശിവാജി സാറ്, രജനീകാന്ത്, കമലഹാസൻ, മമ്മൂട്ടി. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും വരുന്നുള്ളൂ. ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്നതാണ്. ഞാൻ എല്ലാവരുമായിട്ട് ആ സമയത്ത് എനിക്ക് മുമ്പുണ്ടായിരുന്ന പഴയ ഞാൻ സിനിമയൊക്കെ കണ്ടിരുന്നത് ഞാൻ മറ്റേ വി കെ രാമസ്വാമി, തേങ്കായ് ശ്രീനിവാസൻ, ചുള്ളിരാജൻ, മനസ്സിലായി. തമിഴിലൊക്കെ ഭയങ്കര വെറ്ററൻ ആക്ടിവിസ്റ്റുകളാണ് വന്നിട്ടില്ല. ഞാൻ വരുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര സീനിയറാണ്. അപ്പൊ ആ 2 വർഷത്തിനുള്ളിൽ തന്നെ അവര് കാലം ചെയ്തു. പക്ഷെ ഞാൻ വന്നോണ്ടല്ല, നിന്റെ നോട്ടം കണ്ടപ്പോ അങ്ങനെയല്ല. അവര് പ്രായമായി. ഓക്കെ, ചുള്ളിരാജനൊക്കെ ആയിട്ട് ഞാൻ നല്ല സുഹൃത്തായിരുന്നു. കാരണം ഞാൻ അത്ര സ്റ്റുഡിയോ ഫിലിംസുകളൊക്കെ ഞാൻ അന്ന് ചെയ്തിരുന്ന ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ലൈക്ക് AVM, ദേവർ ഫിലിംസ്, വാഹിനി, സത്യ മൂവീസ്, സത്യജ്യോതി എല്ലാം വന്ന വലിയ ബിഗ് ബാനേഴ്സാണ്. ദേവർ ഫിലിംസ് എല്ലാം വന്നിട്ടൊരു 10, 50, 70 വർഷമായിട്ട് നിൽക്കുന്ന കമ്പനികളാണ്. അപ്പൊ നമുക്ക് സിനിമയെ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന ഒരുത്തിന് വന്നിട്ട് സിനിമ ഇൻഡസ്ട്രി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോടമ്പക്കത്തില്ല. ഫിലിം ഇൻഡസ്ട്രി, നമ്മളിവിടെ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആക്ച്വലി ഒരു പ്രൊഡക്ഷനായിട്ട് മാറിയപ്പോഴാണ് അതിന് ഇൻഡസ്ട്രി ആയിട്ട് മാറിയത്. നമ്മളിതിനെ ഒരു പേര് ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ അതിലൂടെ വന്ന് അവരൊരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് നിന്ന വലിയ വലിയ കമ്പനികളാണ് ഇതെല്ലാം. അവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സിസ്റ്റം അറിയാം. എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് പീരീഡിൻ്റെ കഴിഞ്ഞ സമയം സൗണ്ട് വന്ന് തമിഴ് സിനിമകളൊക്കെ എടുക്കാൻ തുടങ്ങിയ ആ കാലഘട്ടങ്ങളിൽ 50കൾ മുമ്പ് തൊട്ട് തന്നെ സിനിമ എടുക്കുന്ന കമ്പനികളാണ്. ജെമിനിയൊക്കെ എനിക്ക് തോന്നുന്നത് 50-ന് മുമ്പൊക്കെ സിനിമ എടുത്തവരാണ്. അപ്പോൾ അത്തരം കമ്പനികളിൽ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അവർ ആ സിസ്റ്റത്തിലാണ് വരുന്നത്. മനസ്സിലായോ? ആ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയുടെ വന്നത്. അതിലൂടെയാണ് ഞാൻ വന്ന് പാകപ്പെടുത്തിയെടുത്തത്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ലെജൻസിൻ്റെ കൂടെ ശിവാജി സാറ്, രജനീകാന്ത്, കമലഹാസൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നവരോടൊപ്പം വന്നിട്ട് നമുക്ക് കോമ്പറ്റ് ചെയ്യേണ്ട സീൻസുകളായിരിക്കും കിട്ടിയത്. ഞാൻ കമലഹാസൻ കോമ്പറ്റീഷൻ ഡാൻസ് ആലോചിക്കുക. ഞാൻ എന്നിട്ട് ഭയങ്കര പ്രാക്ടീസ്. കാരണം പുള്ളി 8 വയസ്സ് തൊട്ടിട്ട് ഡാൻസ് ചെയ്ത് എടുത്തനാ. മുട്ടിലൊക്കെ വീണിട്ട് മുട്ടൊക്കെ പൊട്ടി കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടാണ് വന്ന് ചെയ്യണത്. എന്നിട്ട് ഒരു വക ദാക്ഷിണ്യം ഇല്ല. കാരണം അതൊരു ഇൻട്രസ്റ്റ് അല്ലേ ശരിക്കും. ഈസ് എ ലെജൻഡ് ആക്ച്വലി. അല്ലെ എല്ലാവരും ഞാൻ മൂന്ന് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ശരിക്കും. ശിവാജി സാറ് വെരി ഡിഫറെൻറ്റ്. ആദ്യത്തെ പടം എനിക്ക് ശിവാജി സാറിൻ്റെ ഞാൻ പൂജയ്ക്ക് പോയി. ഞാനും അദ്ദേഹം മകനായിട്ട് ചെയ്യുന്ന അത് ഞാൻ ബാക്ക് അടിച്ചു. കാരണം ഞാൻ അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ ശ്വാസം പൊട്ടി. ഭയങ്കര പുള്ളി അതൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് വേറെയാണ്. മനസ്സിലായോ? അതിൽ ശിവാജി സാർ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ബിഗ് ജയൻ്റായിട്ട് അവിടെ നിൽക്കുന്ന സമയമാണ് ഞാൻ വരുന്നത്, എൻ്റെ ഫസ്റ്റ് പടം. അപ്പോൾ അതിനകത്തേക്ക് തർക്കുത്തരം പറഞ്ഞ് നിൽക്കുന്ന ഒരു മകനും അച്ഛനും തമ്മിലുള്ളതാണ്. ഞാനും ബാലാജി, മറ്റേ ആക്ടർ ബാലാജി അല്ലേ, പ്രൊഡ്യൂസർ ബാലാജി, മോഹൻലാലിൻ്റെ ഫാദറില്ല, അദ്ദേഹം ഞാനും കൂടെ പോയാൽ ഞാൻ എൻ്റെ പടം ചെയ്യുന്നുണ്ട്. പുള്ളി മലയാളിയാണല്ലോ. അപ്പോൾ എന്നെ ചുണ്ടുപോയി പൂജയ്ക്ക് പോകുമ്പോൾ നമ്മളെ വിളിച്ചു പാടാൻ പറഞ്ഞു. ഞാൻ ചെല്ലാൻ നേരത്ത് ഇങ്ങനെ അടുത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ബാലാജിക്ക് ഇങ്ങനെ നിൽക്കണേ.
ഞാൻ വിചാരിച്ചു, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയതല്ലേ, നമുക്കിത് അറിയില്ല. ഇതിൻ്റെ ഒരു സെറ്റപ്പ് വേറെ. ഞങ്ങൾ ആർട്ട് ഹൗസ് സിനിമകളുടെ കൂടെ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് എന്ന് പറയുന്നത് എൻ്റെ സീനിയർ ആയിരുന്ന അജയനായിരുന്നു, തൊപ്പിൽ ബാസി സാറിൻ്റെ മകൻ, പെരുന്തച്ഛനൊക്കെ ചെയ്ത. അപ്പോൾ പുള്ളി ഭരതേട്ടനൊക്കെ വന്നിട്ട് തൊപ്പിൽ ബാസി സാറിൻ്റെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭരതേട്ടൻ ഡയറക്ഷൻ തുടങ്ങിയ സമയം അപ്പോൾ പത്മരാജൻ, അരവിന്ദേട്ടൻ, ഇവരൊക്കെ ആയിട്ട് മറ്റേ ജോണബ്ര, ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, ഭയങ്കര ഇന്റലക്ച്വലൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ വന്നിട്ട് ഞാൻ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് തമിഴിൽ ഇങ്ങനെ കയറി. പിന്നെ അവിടെ നിന്ന് വിട്ടിട്ട് ഈ ലൈഫായിരുന്നല്ലോ, തമിഴിൻ്റെ വേറൊരു ലൈഫായിരുന്നു. അതുവരെയുള്ളത് ഭയങ്കര വന്നിട്ടുള്ള ഒരു ബുജ്ജി രീതിയായിരുന്നു. വന്നിട്ട് നമ്മൾ ആർട്ട് ഹൗസ് സിനിമകൾ, ബർഗ്മാനെ കുറിച്ചിട്ടും ക്ലോസോവെ കുറിച്ചിട്ടും തർക്കോസ്കിയെ കുറിച്ചിട്ടും ഒക്കെ വന്നിട്ടുള്ള ഗംഭീര മാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ചർച്ചകളും സിനിമകളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതാണല്ലോ കൂടുതലും വന്നിട്ടുള്ളത്. ആ ടൈമില് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരു ഭയങ്കരമായ ഒരു അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്ത് നമുക്ക് ഒരുപാട് സിനിമാക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്. പല പല സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് പഠിപ്പിക്കുന്നത്, പല പല ആക്ടിങ്ങിനാണെങ്കിലും ഡയറക്ഷൻ, പല വ്യത്യസ്തമായ സംഭവങ്ങൾ. ശരി, വിചാരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിട്ടില്ല അന്നത്തെ. എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം പൂനെൻ്റെ അടയാർ ദ ഓൾഡസ്റ്റ് 2 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഞങ്ങൾ ഫീസ് കൊടുത്തല്ല, ഞങ്ങൾക്ക് സ്റ്റൈഫൻഡൊക്കെ ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അത് നമ്മൾ അങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് നല്ല സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അടിച്ചു പിടിക്കാനാണ്, നമുക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് സ്റ്റുഡൻസേ കിട്ടുള്ളൂ. പിന്നെ എല്ലാം വന്നിട്ടുള്ള ചെയ്യും. വേൾഡ് സിനിമ അത് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ് സിനിമയെ കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ സിനിമ കൂടുതൽ യൂറോപ്യൻ സിനിമകളാണ്. അതൊരു പ്രൊസീഡിങ്സ് ആണ് ആക്ച്വലി. മേ ബി ഇറ്റ് സോ ഹാപ്പൻ ലൈക്ക് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് ശരിക്കും. സീരിയസ് സിനിമകൾ, ആർട്ട് ഹൗസ് സിനിമകളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുക. ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് കാണുക. എല്ലാ ആഴ്ചയും എല്ലാ മിക്കവാറും ദിവസങ്ങളിലും ഒന്ന് ഇടപെട്ട് മാസ്റ്റേഴ്സിൻ്റെ സിനിമ സ്ക്രീൻ ചെയ്യപ്പെടുക തിയേറ്ററിൽ വന്നിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിനെ ചർച്ച ചെയ്യുക, അതൊക്കെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവരെക്കുറിച്ച് പഠിക്കുക, അവരുടെ ഫിലിമിനെ കുറിച്ചിട്ട് പഠിക്കുക, അതിൻ്റെ ഫിലോസഫി പഠിക്കുക, ഇതൊക്കെയാണ്. ഞാൻ അങ്ങനെ നമ്മൾ ഇത്തരം സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴാണ് അത് കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ MGR ഫാനാണല്ലോ. അങ്ങനെ MGR സിനിമകൾ കണ്ട്, അടിപ്പടകൾ കണ്ട്, പിന്നെ ശത്രുഘ്നൻ സിൻഹ, അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് അറിയാൻ തുടങ്ങി. ജയബാദിരിയൊക്കെ വന്നപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ആലോചിച്ചപ്പോൾ നമുക്കും ഭയങ്കര ഭയങ്കര ശത്രുഘ്നൻ സിൻഹ സിഗരറ്റൊക്കെ എറിയുന്ന സാധനങ്ങൾ, സ്റ്റൈല്, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ത്രില്ലായി. അങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കണ്ടത് ഈ ഒരു സാധനമല്ല, ഇതിൽ നിന്ന് മാറി വന്ന് ഞാൻ ആദ്യം കണ്ട സിനിമ ഏതാണ്, അതാണ് അവിടെ പോയി കണ്ട ആദ്യത്തെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ എവരി തേഴ്സ്ഡേ ഒരു സ്ക്രീനിങ് ആൻഡ് ഡിസ്കഷൻ. ആ സിനിമ ഞാൻ പോയി കാണുന്നത് വന്നിട്ടുള്ള ക്രോസോവയുടെ റോഷ്മാൻ ഗൈറ്റാണ്. അതാണെങ്കിലും കണ്ട പെട്ടെന്ന് മനസ്സിലാവാത്ത സിനിമയാണ്. മനസ്സിലായ ആര് സത്യം പറയുന്നു എന്ന് പറയുന്ന, മരിച്ച ആളൊക്കെ വന്ന് കഥ പറയുന്നൊക്കെ ഒരു സിനിമയാണ് റോഷ്മാൻ. അതൊരു ആക്ച്വലി റോഷ്മാൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്ന ആ സിനിമ ഒരു കൾട്ടായിട്ട് മാറുവാണ് പിന്നീട്. ആ സിനിമയാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിബേറ്റൊക്കെയാണ്. അപ്പോൾ അതിനെ പോയി പഠിക്കുകയാണ് ഞാൻ, സീനിയേഴ്സിനോടൊക്കെ പോയി ചോദിച്ച് മനസ്സിലാക്കി. പിന്നെയാണ് കാണുമ്പോൾ ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ, അത് നമ്മളെ ഹുക്ക് ചെയ്യാണ്. മനസ്സിലായ? അങ്ങനെ നമ്മൾ ഈ വേൾഡ് സിനിമകൾ നമ്മളെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഉണ്ടാവുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഇവരാരാണ്, ഇവരുടെ കാര്യങ്ങൾ എന്താണ്, മറ്റ് നമ്മൾ ഇതുവരെയും കണ്ടിരുന്ന സിനിമകളിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചിത്രീകരണം നമ്മൾ കാണുകയാണ്, ഇമേജസ് കാണുകയാണ്. ബഹുമാനൊക്കെ സിനിമ കാണുമ്പോഴത്തേക്കും ഭയങ്കര അഫക്റ്റ് ആവുകയാണ്, മാറുക. ടോട്ടലി ഞാൻ മാറുകയാണ്. ഞാൻ അവിടെ നിന്ന് പിന്നീട് കാണുന്നത് ഞാൻ സിനിമയുടെ ഉള്ളിലേക്ക് രാത്രിയും പകലും സിനിമ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ഈ കണ്ട് എൻജോയ് ചെയ്തിരുന്ന ഓഡിയൻസിനേക്കാളും ഒരു വ്യത്യസ്ത ഒരു ഓഡിയൻസ് ആയിട്ട് ഞാൻ മാറുകയാണ് അവിടെ. അങ്ങനെ പരിചയം വരുന്നതും ഡിസ്കസ് ചെയ്യുന്നതും കേൾക്കുന്നതൊക്കെ വന്നിട്ട് അപ്പോൾ ഈ അജയൻ്റെ കൂടെയുള്ള താമസം, അതിന് ജോൺ അബ്രഹാമൊക്കെ വന്ന് നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ സിനിമകൾ, ഇൻ്റലക്ച്വൽ വർത്തമാനങ്ങൾ. അപ്പോൾ എനിക്ക് ഞാൻ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം വന്നിട്ടുള്ളത് ഞാനിത് പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ അങ്ങ് പഠിക്കാൻ തുടങ്ങി. പിന്നെന്താ ഞാൻ ഓടിപ്പോയി. അപ്പം ഉടനെ എന്താണ് ഇവർ സംസാരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ വന്നിട്ടുള്ള ഭയങ്കര ആ സമയത്തുള്ള ലൈക്ക് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തുള്ള ഒരു വ്യത്യസ്തമായ എക്സിസ്റ്റൻഷ്യലിസം ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഒരു
ഫിലോസഫിക്കൽ സ്റ്റേറ്റാണ്. അപ്പോൾ സാത്രെ, കാമു, കാലി ജിബ്രാൻ എന്നൊക്കെ പറയുന്ന പേരുകൾ ഞാൻ കേൾക്കും. ഇത് ആരാണെന്നും ഇവരെക്കുറിച്ചുള്ള വായിക്കുക, അങ്ങനെ പോയി തപ്പി പിടിച്ച് ഇവരെ പുസ്തകങ്ങളൊക്കെ എടുക്കുക, വായിക്കുക. അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കാൻ നേരത്ത് ചുമ്മാ ഒന്ന് കുന്നം പിഴിങ്ങിയ പോലെ വാ വിളിച്ചിരിക്കും. ഉമ്മാരി ഡിസ്കസ് ചെയ്യുമ്പോഴേ പല പേരുകളും വരുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇത് ആരുടെ, ഇതെന്താണ് നമുക്കാകെ അറിയാവുന്നത് എം എൻ നമ്പ്യാർ, MGR, തെങ്കായി ശ്രീനിവാസൻ. നമ്മള് ഈ ലോകത്തിൽ നിന്നാണ് ഇപ്പുറത്തെ ലോകത്തിലേക്ക് വന്നേക്കണം. അപ്പൊ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തേക്ക് ഹൂക്കായി. അതെൻ്റെ ഒരു ഡിഫറെൻറ്റ് ജേർണിയാണ്. എവറി ടൈം ഞാൻ ഒന്നിലേക്ക് അട്രാക്ഷൻ ആകുമ്പോൾ ഞാൻ അതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഇൻവെൻസ്ഡ് അങ്ങനെ യാത്ര ചെയ്യും. അതാണ് എനിക്കിഷ്ടം. സിനിമയിൽ നിന്ന് പുതിയ വാതിലുകൾ തുറന്നു വരാനും അവർ വന്ന് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വന്നിട്ട് ഈ മെയിൻ ഇൻഡസ്ട്രി സിനിമയിലേക്കുള്ള എൻട്രി ഉണ്ടാവും. മനസ്സിലായ ഇതെല്ലാം ആക്സിഡന്റ് സംഭവിച്ചു പോവാണ്. അങ്ങനെ അപ്പൊ അതിലേക്കായി. പിന്നെ കുറെ നാൾ അതിൽ കൂടെ പോയി. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തോന്നിയോ ഇത് ശരിയല്ല, ഞാൻ വേറെ എവിടെ നിൽക്കണ. അതിന്റെ കാരണമുണ്ട്. ഞാൻ സുമേന്ദ്രോയുടെ കൂടെ വർക്ക് ചെയ്തു, സത്യജിത്രയുടെ ക്യാമറമാൻ. ഇയാളുടെ പടമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഞെട്ടിയിരുന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ ക്യാമറ മൂവ്മെന്റിനെ പറ്റിയൊക്കെ ഓരോരുത്തരും വന്നിട്ട് പടം കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യും. മനസ്സിലായി? അതിന്റെ കോമ്പോസിഷൻ, റൗണ്ട് കോമ്പോസിഷൻ, മനസ്സിലായില്ലേ? ട്രയാങ്കിൾ കോമ്പോസിഷൻ, ഇതിനൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണല്ലോ. ഇതിൽ ഓരോന്നിനും വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ദൈവം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതേപോലെ ഞാനിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബേസിക്കലി ഞാനൊരു ചെറിയ അതെ നമ്മളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും കിട്ടിയ ഒരു സ്വത്ത് എന്നറിയാം, നമുക്ക് അത്ഭുതം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത്ഭുതപ്പെടാൻ നമുക്ക് പറ്റും. നമ്മളെല്ലാത്തിനും കാണും വണ്ടറിൽ നിൽക്കണം. അതറിയാം. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്. സാറിന്റെ ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു MGR എന്ന് പറയുന്നത്. ആളെ സാർ മീറ്റ് ചെയ്തപ്പോ ഉണ്ടായ അനുഭവം ഭയങ്കരത്തില്ലല്ലേ. ഞാൻ ഒരു തരം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അതിൽ ഏറ്റവും എന്റെ കാറിന്റെ നമ്പർ 477 MGR നമ്പറാ. അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് റൂൾസ് ഇല്ല. ഒറ്റ കാർ പുറത്തുള്ള ഒരു കാറിന്റെ നമ്പർ അലോഡ് എന്റെ ആയിരുന്നു 477. അതിൽ രണ്ടാമതെന്ന് പറഞ്ഞാല് എന്റെ ഫസ്റ്റ് പടത്തിൽ തലയുവാന്ന് എന്നെ വിളിക്കണം എല്ലാവരും. MGR ആണ് യഥാർത്ഥ തലവൻ. അപ്പൊ തലയുവാന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ JPRന്റെ പടം, MGRന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന JPR കോളേജിന്റെ ഒക്കെ ഓണറല്ലേ. അപ്പൊ പുള്ളിയുടെ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പനമരത്ത് പറ്റി സേലത്തിനടുത്തുള്ളൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ വരുവാണ്. അപ്പോൾ വരുമാനം എടുത്ത് വന്നിട്ട് ഭയങ്കര അനുഭവങ്ങളാണ്. ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കാത്ത അത്തരത്തിൽ ഭയങ്കര ഓഡിയൻസാണ്. ഒരു റോഡ് മുഴുവൻ സൈക്കിൾ ഇട്ടേക്കുക, ഏത് കാറിലാണ് ഞാൻ വന്നതെന്ന് അറിയാനായിട്ട് സേലത്ത്. അപ്പോൾ കംപ്ലീറ്റ് അടച്ചേക്കുക, കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ JPRനോടെ ഉണ്ട്. അയ്യോ തലവാന്ന് വെച്ചോ. ഇപ്പോൾ പറയാ ഞാൻ പെരിയ തലവരുടെ പോയിട്ട് നീ അറിയാ ചിന്ന തല. അപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്ലോട്ട് ചെയ്യായിരുന്നു. എനിക്കിതൊന്നും അനുഭവമില്ലല്ലോ. നമ്മൾ ഓക്കെ അങ്ങനെ ഇത് ഓക്കെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ എന്നിൽ നിന്ന് ഒരുപാട് ചിലപ്പോൾ ശരിയോ തെറ്റൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. കാരണം ഞാൻ ഒരു അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്. ഇത് ഈ അടിച്ചുപൊളി കാര്യം പറഞ്ഞാൽ ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഫാൻ ബേസ് ഉള്ള ആളാണ് ഡാൻസിൽ. രവിചേട്ടന് ആക്ടിങ്ങും ഉണ്ട്, ഡാൻസ് മാറ്റിയ ഡാൻസിലും ഉണ്ട്. ഡാൻസ് പഠിച്ചത് അങ്ങനെ ഈ ഡാൻസ് യഥാർത്ഥത്തിൽ എന്താ അറിയാമോ ചെയ്യും 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു തൃപ്പൂണിത്തുറക്കാരനാണ്. അത് കൂടാതെ എൻ്റെ അയൽവക്കാരെന്ന് പറയാ കലാമണ്ഡലം കൃഷ്ണൻ നായരും കല്യാണിക്കുട്ടിയമ്മയാണ്, മോഹിനിയാട്ടത്തിൻ്റെ അല്ല. അവിടെ രാവിലെ 4 മണി തൊട്ട് കൊട്ട് തുടങ്ങും. മനസ്സിലായോ? അപ്പൊ ഈ ഉറക്കത്തിൽ മുഴുവനും നമ്മൾ ഈ കൊട്ട് കേട്ടാണ് രാവിലെ എണീക്കുന്നത്. അതിങ്ങനെ ഉറക്കത്തിന് താളം നമ്മളിങ്ങനെ വരുവാണ്. നമ്മളറിയാതെ മൂവ് നമ്മളറിയാതെ തന്നെ നമുക്ക് താളം വന്നാൽ നമ്മൾ അറിയാം. ഇപ്പൊ ചെണ്ട കൊട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറിയില്ല നിങ്ങൾ താളം കൊട്ട്. മനസ്സിലായോ? കാരണം നമ്മുടെ ഹൃദയമെടുപ്പും അതുമായിട്ട് വന്നിട്ട് സാമ്യമാവും. ശരിക്കും നമുക്ക് യൂണിവേഴ്സിനൊരു താളമുണ്ട്. ഒരുപക്ഷെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എങ്ങനെ എനിക്ക് ഇതിനകത്ത് ഇത്ര ഇൻട്രസ്റ്റ് വന്നു. കാരണം എൻ്റെ മദർ ഡോക്ടർ ഫാദറൊന്നും ആരും വന്നിട്ടില്ല, വീട്ടിലാരും വന്ന് ഡാൻസേഴ്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഈ ഡാൻസിലേക്ക് ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാര്യമുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ സ്വന്തം ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും.
ഈ കൊട്ട് ഇങ്ങനെ കേട്ട് കിടന്നുള്ള വളരുന്നത് ശരിക്കും. അപ്പോൾ ആ താളം എനിക്ക് ഭയങ്കര സംഭവമാണ്. അതിന്റെ കൂടെ ഇങ്ങനെ പിടിച്ചങ്ങ് പോയി. അതിലൂടെ പോയി. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ RLB ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. 1-2 ദിവസം കൊണ്ട് കഥകളിക്ക് പോയിരുന്നു. ഇയാൾ ഭയങ്കര ചൂടനാ, എറിയുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ കളിക്കുന്നത് മുഴുവനും, നമ്മുടെ ആദ്യത്തെ കളികൾ മുഴുവനും ഈ ഡാൻസിൻ്റെ സ്കൂളിൻ്റെ ആയതുകൊണ്ട് RLBയുടെ കൊച്ചിയിൽ വന്നിട്ടുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ഇമിറ്റേറ്റ് ചെയ്യും പിള്ളേരുടെ. ഇപ്പം നിങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്ന. അപ്പോൾ നമ്മൾ പോയിട്ട് കാണുന്ന ഡാൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ വന്നിട്ടുള്ള ഇങ്ങനെ, മനസ്സിലായില്ലേ? അത് പോയി നമ്മുടെ തമാശകൾ കളിക്കുന്ന ഒരു സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിൽ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കാണുന്നത് ഇത് കണ്ടു പഠിച്ചിട്ടാണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ ചുറ്റും ഈ താട്ടും ഡാൻസും ഒക്കെ കാണുന്നത് കൊണ്ട് സ്കൂളിൽ RLBയിൽ. അപ്പോൾ നമ്മൾ കളിക്കുന്ന സാധനത്തിനകത്ത് വന്നിട്ട് ഇത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചെറുപ്പത്തിലുണ്ടാവും. അപ്പൊ അത് എന്ത് കിട്ടിയ നമുക്ക് വന്നിട്ട് ബോഡിയിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് ആ ഫ്ലെക്സിബിലിറ്റി. ഞങ്ങൾക്ക് 2 സ്റ്റെപ്പ് സിമ്പിൾ കാണിച്ചു തരും. പിന്നെന്താ നമുക്ക് ഏത് ഇതാരുടെ സ്റ്റെപ്പ് അതറിയാം? ജോൺ ട്രവോൾട്ട. ജോൺ ട്രവോൾട്ടയുടെ വന്ന് സാറ്റർഡേ നൈറ്റ് ഫീവർ വന്നു. അതാണ് 79-ലും ഒക്കെ ഭയങ്കര ഹിറ്റായി. 78, 79 ഞങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ട് ഞെട്ടുവാണ്. ജോൺ ട്രവോൾട്ടയുടെ വന്ന് സാറ്റർഡേ നൈറ്റ് ഫീവർ. സാറ്റർഡേ നൈറ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസ്കോയിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കോ ഹാളും അതിലെ യുവാക്കളുടെ കഥയാണ്. ഈ അല്ലെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ ഫോറിൻ സിനിമ ഡിസ്കോ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നൊരു മുഖം രവിചേട്ടൻ്റെ. അല്ല, ഒരു പക്ഷെ അത് ഇവിടെ അന്നേരം അത് പോപ്പുലർ അല്ല. അതേ ഉള്ളൂ അയാൾക്ക്. അതെന്താ അറിയാലേ, അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ആ സമയത്തെല്ലാം നമ്മുടെ സീരിയസ് സിനിമകളാണല്ലോ. ഞാൻ തമിഴിൽ നിന്നാണല്ലോ തന്നെ. അപ്പോൾ ഞങ്ങൾ തമിഴിലുള്ള ഡാൻസ് ഉണ്ട്. എനിക്ക് മുമ്പ് കമലഹാസനൊക്കെ ചെയ്തിരുന്നു. ഡാൻസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, രവിചന്ദ്ര ചെയ്തിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ MGR അങ്ങനെ എല്ലാം ഡാൻസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ MGRനൊക്കെ നമ്മൾ ഡാൻസ് ഭയങ്കര ഡാൻസ് ചെയ്യും. ട്വിസ്റ്റൊക്കെ അൻപേവാരൊക്കെ ഭയങ്കര ട്വിസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഡിഫറെൻറ്റ് ഡാൻസ് പഠിച്ചത് ഞാൻ പൂനെയിലായിരുന്നു. അപ്പോഴാണ് പൂനെയിൽ ഞാൻ എൻ്റെ പേര് മാറ്റി. ഒരു മല്ലു അതൊന്നും പറയരുതല്ലോ. അപ്പോൾ ഒരു ഗോവൻ ലുക്കിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ പൂനെ പഠിക്കാം. അപ്പോൾ പൂനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മല്ലു ലുക്കൊക്കെ മാറ്റി മിസ്റ്റർ ഗോവൻ ലുക്കില്. ഒരു പേരിലാണ് ഞങ്ങൾ ഈ ഗോവൻ സെറ്റിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ നമ്മൾ അടിച്ചു വിളിക്കുക. അപ്പൊ നമ്മൾ അവരിൽ ഒരാളാവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതാ നമ്മളതായിട്ട് മാറുകയാണ്. അപ്പോൾ അവരുടെ കൂടെ വന്ന് പോകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട് അവൻ പറഞ്ഞടാ നീ മല്ലു എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ ഇല്ല. അപ്പോൾ ബേസിക്കലി വന്നിട്ട് അങ്ങനെ അല്ലാത്തവർ. അപ്പോൾ എൻ്റെ ചുരുണ്ട മുടിയും മറ്റുള്ള ആഫ്രോ ലുക്കല്ലേ. അപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ള കൊച്ചിയിലേക്ക് വന്നിട്ടുള്ള ഗോവൻസ് എന്നുള്ള പേരൊക്കെ മാറ്റി ഞങ്ങൾ മറ്റുള്ള ഗാങ്ങിലേക്ക് പോകുമ്പോൾ കോളേജിൽ മാത്രമേ അറിയുള്ളൂ. അത് വാടിയക്കോളയിലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ താമസിച്ച കന്റോൺമെന്റ് ഏരിയയിൽ ഒരുപാട് ഗോവൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ടായി ലോക്കൽസ്. അപ്പോൾ അവർ എപ്പോൾ നോക്കിയാലും തന്നെ ഡാൻസ് സെക്ഷനാണ്. അവരെപ്പോൾ നല്ല ജാമിങ് ആണ്. കംപ്ലീറ്റ് ഗിത്താറൊക്കെ ആയിട്ട് പോവുക. നല്ല ലൊക്കേഷൻസ് ആണ്. ആക്ച്വലി വന്നിട്ട് നല്ല ക്ലൈമറ്റ് ആണല്ലോ പൂനെ വന്നിട്ട്. ഭയങ്കര രസം. ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസ് ഉള്ള സമയമാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ 70s. അപ്പോൾ എല്ലാ രാജ്യക്കാരുടെയും വന്നിട്ടുള്ള ആഘോഷങ്ങളുണ്ടാവും. എക്സിബിഷൻ, റിപ്പബ്ലിക് ഡേ, മറ്റേ ഇൻഡിപെൻഡൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വന്നിട്ട് ജാം സെക്ഷൻ വയ്ക്കും. വന്നിട്ടുള്ള വളരെ കുറച്ച് ചെറിയ പൈസയിൽ തന്നെയുള്ള പിള്ളേരുടെ പരിപാടികളാണ്. എപ്പോൾ നോക്കിയാലും ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്ത് പോയി ഇവിടെ നമുക്ക് ഡാൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആൾക്കാർ വന്ന് ഡാൻസ് ചെയ്യല്ലോ, ഡിഫറെൻറ്റ് രാജ്യക്കാർ. അപ്പം നമ്മളിതെല്ലാം കാണാം. ആഫ്രിക്കയിൽ വന്നുള്ള ബം ഡാൻസ്, മറ്റത് ടാങ്കോ ഒക്കെ കാണുവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ പോയ ദിവസം നമുക്കറിയാവുന്നത് പിള്ളേരൊക്കെ ഈ വെസ്റ്റേൺ എത്താതെയോ നമ്മൾ ഇല്ലല്ലോ. നമ്മൾ ഈ ഇത് അപ്പോഴാണ് അവിടെ ആദ്യതൊക്കെ മാറി. ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് പേരെ കിട്ടൂല. ഡാൻസ് കളിക്കാൻ പെണ്ണ് കൂടെ വേണമെങ്കിൽ നമ്മൾ പേര് വേണമല്ലോ. മരണ പ്രാക്ടീസ് ആണ്. നമ്മൾ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നിന്നിട്ട് സ്റ്റൈൽ നേരെ പഠിച്ച് നമ്മൾ പിന്നെ വന്ന് ഭയങ്കര സ്റ്റൈലാണ്. പിന്നെ കയറി വന്നിട്ട് ഓ ഡാനി വന്ന് ഡാനി അടിപൊളി അപ്പം നമുക്ക് വന്നിട്ടുള്ള ഗേൾസിനൊക്കെ നമുക്ക് ഡാൻസ് ചെയ്യാൻ കിട്ടും. ഓ ഭയങ്കര ഡിഫറെന്റ് ഡാൻസ് മറ്റത് എപ്പോൾ നോക്കിയാലും. പക്ഷെ അത് നമുക്ക് ഭയങ്കര വി ആർ എൻജോയ് നമ്മുടെ ലൈഫിനകത്തേക്ക് നമ്മളാണ്. ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. നമ്മൾ കിട്ടുന്ന അവസരത്തിന് നമ്മൾ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ വലിയ ഗോളൊന്നും വെച്ച് പോകുന്നവനല്ല. അങ്ങനെ അവിടം വരെ എത്തണം എന്നുള്ളതല്ല. എനിക്ക് ഐ ബിലീവ് ഇൻ ഗോഡ്. സോ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആക്രമിറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ചുകൊണ്ടാണ്. അത്ര ഷൂട്ടിങ്ങിനിടയിൽ ബോംബ് പൊട്ടിയൊക്കെ ആയിട്ട്.
ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനകത്തേക്കും നമ്മൾ ഭാഗ്യം കൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇത്രയും പല പല ജനറേഷന്റെ കൂടെ ഞാൻ എനിക്കത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എന്നറിയാം, ഞാൻ 4 ജനറേഷൻ 80s 90s പപ്പയുടെ സ്വന്തം അപ്പൂസ് 2011 വന്നിട്ടുള്ള മറ്റേ ആ സമയത്ത് 12 വർഷം 9 വർഷം ഇടുക്കി ഗോൾഡ്. ഇപ്പോൾ വരുന്നത് ഞാൻ മറ്റേ കെട്ടിയോടാണ് മാലാക, അങ്ങനെ DNA ഇപ്പൊ ഉള്ള പിള്ളേർക്ക് ഇഷ്ടമാവുന്ന ഒരു സാധനം ഇട്ടേക്കണം. അപ്പൊ 4ാമത്തെ ജനറേഷൻ മാലയ്ക്ക് മറ്റേ പഴയ നമ്മുടെ മൗസാറ മുതൽ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ നമ്മുടെ അഷ്കർ ഭായിയുടെ കൂടെ വരെ അല്ല, ഇതൊക്കെ നമ്മൾ കെട്ടിയോളാന്റെ മലയ്ക്കകത്ത് ആസിഫിക്കട കൂട്ടുകാരനാട്ടാ അല്ലേ? പക്ഷെ കൂട്ടുകാരൻ തന്നെ ആണുമാ കൂട്ടുകാരനത് അല്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം ആസിഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കര ജെല്ലായിരുന്നു. ഞങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എല്ലാവരും ഉണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോയിട്ട് ക്ലാസ് സിനിമ എടുക്കാറുണ്ട്. അപ്പൊ ആ സ്കൂളിലെ പിള്ളേരാണ് ഇപ്പൊ ഞാൻ എനിക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് ആസിഫിനെ ഞാൻ ആ സമയത്ത് ആസിഫിനെ ഞാൻ ആദ്യം കാണുന്നത് ഋതു എന്ന് പറഞ്ഞൊരു പടം. അതിൻ്റെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നാൻ. ഞാൻ അന്നേരം ബിഗ് പിക്ചർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ പ്രോഗ്രാമുമായിട്ട് വന്നിട്ട് ഞാൻ പടം കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ നിങ്ങളെ പോലെ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ആങ്കറായിട്ടും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന റോളുകൾ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആസിഫിനെ ഞാൻ ആദ്യമായിട്ട് ഋതു എന്ന് പറഞ്ഞ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഭയങ്കര കൂട്ടാണ്. അതിന് ഇടയ്ക്ക് വന്നിട്ടുള്ളത്. എന്നെ ആസിഫിന് ഇഷ്ടമാണ്, ആസിഫിന് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇടുക്കി ഗോൾഡിൻ്റെ കെട്ടിയോടാൻ മാലാകയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വി വർ എൻജോയിങ് ആക്ച്വലി. ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഭയങ്കര ജാമിങ്, മനസ്സിലായോ? ഷൂട്ടിങ്ങിൻ്റെ ഇട കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ, ഹൈ റേഞ്ചിലല്ലേ. അപ്പോൾ വൈകുന്നേരം മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നപ്പോൾ ആസിഫ് അത് ജം ഓഫ് എ പേഴ്സൺ ആക്ച്വലി. അങ്ങനെ ഞങ്ങളെല്ലാം വന്നിട്ട് ആഘോഷിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആഘോഷിച്ചിട്ട് ചെയ്യുക സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക. ശരിക്കും അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഐ ലവ് സിനിമ, ഐ സ്ലീപ് സിനിമ, ഐ ഈറ്റ് സിനിമ, ഐ ഡ്രിങ്ക് സിനിമ. അപ്പൊ ഇപ്പം നമ്മള് DNA വരെ നിൽക്കുമ്പോ, DNA വരെ വന്ന് നിൽക്കുമ്പോ ഇത്രയും വർഷത്തെ ഒരു ജേണി, ഇനിയും അങ്ങോട്ട് നല്ല നല്ല പൊളി പടങ്ങൾ ചെയ്ത് പൊളിപ്പിച്ച് ഞങ്ങൾ രസിക്കാൻ കാണണം. ഇടയ്ക്കിട്ടിട്ട് പോയി. താങ്ക് യു. അത് എന്റെ അടുത്ത് സലാം ബാബു അപ്പോഴും പറഞ്ഞു, ഞാൻ ഇടുക്കി കൊണ്ട് കഴിഞ്ഞപ്പോ നിന്നെ എനിക്ക് വിശ്വാസമില്ല, നീ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യാൻ പോകും. എനിക്കിഷ്ടം മറ്റു പിള്ളേരുടെ സിനിമകൾ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത്. ഐ ലവ് സിനിമ. ബേസിക്കലി ഞാൻ അത് പറയാൻ കാര്യമുണ്ട്. ചേട്ടൻ നേരത്തെ ഈ പല ചർച്ചകളിൽ പോയിരുന്ന സിനിമകളെ പറ്റി പഠിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാനപ്പോ പറഞ്ഞില്ല, എനിക്കിപ്പോ ആദ്യമായിട്ട് ഞാനിവിടെ കേൾക്കുമ്പോ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഞാനൊരു എഴുതുന്ന ആളാ, വെബ് സീരീസ് എഴുതും, സെക്സ് എഡ്യൂക്കേഷൻ കൂടെ ആക്ടിങ്ങും ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്കൊക്കെ കിട്ടാവുന്ന ഒരു ഭയങ്കര ഒരു എൻസൈക്ലോപീഡിയാണ്. നോ പ്രോബ്ലം, ഓൾവേസ് വെൽക്കം. എപ്പോ വേണമെങ്കിലും നമ്മൾ കാണാം. നിങ്ങളെല്ലാം വരണം, കാരണം നിങ്ങളുടെ ജനറേഷൻ ആണ് വരേണ്ടത്. നായികമാരുടെ കൂടെയുള്ള ഡാൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എല്ലാവരും ആയിട്ട് പുതിയ നായകല്ല, പഴയ നായികമാരുടെ കൂടെ ഞാനിപ്പോ മേലെ കൂടെ ഡാൻസ് ചെയ്തോളൂ ഒരു ചാനലില്. അതല്ല, അത് ഡാൻസ് പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ഒരിക്കലും വേറെ രീതി പറഞ്ഞില്ല. അത്രയ്ക്ക് ഡാൻസിന്റെ പവറും ആ ഒരു അവര് പറയും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുക എന്താ, ഞങ്ങൾ രണ്ടുപേരുന്നാലും ഈ ഒരാളെ നമുക്ക് സാറിനോടുള്ള സംസാരം നമ്മൾ ഇനി ഒരു 2 ദിവസം എടുത്തു കഴിഞ്ഞാലും എനിക്കെന്ന് മനസ്സിൽ കാണും. അല്ല, ഇനി ഈ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി ഒരു മാസം ഇടയ്ക്കിടെ ഞങ്ങൾ വിളിക്കുമ്പോ ഇന്റർവ്യൂ അല്ല, സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും അതൊരു മുതൽക്കൂട്ടായിരിക്കും. കാര്യം ഒരുപാട് പേര് ചിലപ്പം കാണുമ്പോൾ രവീന്ദ്രൻ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ആഗ്രഹങ്ങൾ, ഇപ്പൊ ഞാൻ വേറെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഫിലിം പഠിപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ് എനിക്ക് മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ. ഞാനിപ്പോൾ ബേസ് ചെയ്യണ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. 2016 ഞാൻ മോഹൻലാൽ ചെയർമാനായിട്ടുള്ള എൻ്റെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അതിൻ്റെ ഞാൻ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനവും പഠിപ്പിക്കുന്നുണ്ട്, ദൃശ്യഭാഷ സാക്ഷരത. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സമയം കണ്ടെത്തുക, അഭിനയിക്കുക, എല്ലാ പരിപാടിയും നമുക്ക് അടിച്ചു വിളിക്കാം. എല്ലാത്തിലും ഞാൻ കാണണം. പിന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് DNA കാണുക, അടിച്ചു വിളിക്കുക, എൻജോയ് ദ ഫിലിം. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും.
കണ്ടതിന് ശേഷം എല്ലാരും നൂഡിൽസ് മേടിച്ചു കഴിക്കും. അത് തന്നെ. താങ്ക് യു. അതൊരു കറക്റ്റ് ആയിട്ടാ. അത് മിക്കവാറും പേര് ട്രൈ ചെയ്യും. നൂഡിൽസ് പരസ്യമായി മാറട്ടെ എന്ന് കൂടെ ഞങ്ങള് ഒരു ബ്രാൻഡിങ് നമുക്ക് കിട്ടിയാൽ നന്നായിരുന്നു. നൂഡിൽസിൽ വേണം ഒരു അംബാസഡറായിട്ട് കൊണ്ടുപോകാൻ. അതെ, മിക്കവാറും ഇനി എനിക്ക് വരട്ടെ 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 വരട്ടെ. പറയൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഫൈൻ.